അപ്പോൾ ആദ്യം തന്നെ നേരെ പാസ്പോർട്ട് സേവ വെബ്സൈറ്റിലേക്ക് പോവുക. അതിന് ശേഷം അതിൽ ഇങ്ങനെ ന്യൂ യൂസർ, നമ്മളതിൽ രജിസ്റ്റർ എന്തായാലും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ന്യൂ യൂസർ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഫില്ല് ചെയ്യാനായിട്ട് വരും. പാസ്പോർട്ട് ഓഫീസ് എൻ്റെ ആലുവ ആയിരുന്നു. ഗിവൺ നെയിം, നമ്മുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ മെയിലൊക്കെ വേണ്ടത് സെയിം അക്കൗണ്ടിലാണോ എന്നും കാര്യങ്ങളൊക്കെയാണ് ഈ ചോദിച്ചേക്കണേ. അതും കൊടുക്കുക. പിന്നെ ഒരു ലോഗിൻ ഐ ഡിയും പാസ്വേഡും ചോദിക്കും. ആ ഒരു ലോഗിൻ ഐ ഡിയും പാസ്വേഡും നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ കൺഫേം പാസ്വേഡ്, പിന്നെ ഹിൻ ക്വസ്റ്റ്യൻ എന്നും പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതും ഒന്ന് കൊടുക്കുക. ഹിൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പാസ്വേഡും യൂസർ ഐ ഡിയൊക്കെ മറന്നു പോയി കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെന്തെങ്കിലുമൊക്കെ ജസ്റ്റ് നൈസ് കൊടുത്താൽ മതി. പിന്നെ ക്യാപ്ചയും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ രജിസ്ട്രേഷൻ കൺഫേമായ ഇമെയിലിൽ നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് വരും. ആ മെയിൽ ഐ ഡി കയറിയിട്ട് നേരെ ഒരു ലിങ്ക് വരും. ആ ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ വീണ്ടും ആ ഒരു ഇതിലേക്ക് പോകും. പിന്നെ വീണ്ടും നമ്മൾ ആ യൂസർ ഐ ഡി കൊടുക്കുക, ലോഗിൻ ഐ ഡിയും കൊടുക്കുക. ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്താണ് കൊടുക്കേണ്ടത്. പിന്നെ പാസ്വേഡും കാര്യങ്ങളൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് ഏതാണോ അത് കൊടുക്കുക. പിന്നെ ക്യാപ്ച ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ടത് PCC ആയതുകൊണ്ട് ആപ്ലിക്കേഷൻ ഫോർ PCC അത് കൊടുക്കുക. അതിന് ശേഷം ഇത് കൊടുത്തിട്ട് നമ്മുടെ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ പാസ്പോർട്ടിൽ കറക്റ്റായിട്ട് പാസ്പോർട്ട് നമ്പർ കൊടുക്കണം, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ഇഷ്യൂ, അതൊക്കെ പാസ്പോർട്ടിൻ്റെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ ഗിവൺ നെയിം അടുത്ത പേജിൽ കൊടുക്കുക, സർനെയിം കൊടുക്കുക. സർനെയിമൊക്കെ എങ്ങനെയാണോ പാസ്പോർട്ടിൽ കൊടുത്തേക്കണം അങ്ങനെ തന്നെ കൊടുക്കുക. അതൊക്കെ മറ്റേ പാസ്പോർട്ട് നോക്കിയിട്ടാണ് ഇതൊക്കെ ഫില്ല് ചെയ്യേണ്ടത്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, അതെല്ലാം പാസ്പോർട്ടിൽ കാണും. സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ, അങ്ങനെയൊക്കെ അതൊക്കെ കൊടുക്കുക അതിൽ നോക്കിയിട്ട്. പിന്നെ പാൻ കാർഡ് ഡീറ്റെയിൽസ്, വോട്ടർ ഐ ഡി. പിന്നെ ഇപ്പോൾ PCC അപ്ലൈ ചെയ്യുന്നത് എംപ്ലോയ്മെൻറ്റ് ടൈപ്പിന് വേണ്ടിയിട്ടാണല്ലോ, എന്ത് എംപ്ലോയ്മെൻറ്റ് ടൈപ്പാണെന്നുള്ളതും കൊടുക്കുക. പിന്നെ മാരിറ്റൽ സ്റ്റാറ്റസ് സിംഗിൾ ആണോ, മാരീഡ് ആണോ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതൊക്കെ കൊടുക്കുക. അതിനുശേഷം ഫാദർ നെയിമും അതെല്ലാം കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് പാസ്പോർട്ടിൽ കൊടുത്തേക്കുന്ന പോലെ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഹൗസ് നമ്പർ കാര്യങ്ങളും, അതായത് നമ്മുടെ അഡ്രസ്സും ഉണ്ടല്ലോ, അഡ്രസ്സും പാസ്പോർട്ടിൽ എങ്ങനെയാണെന്നോ അങ്ങനെ തന്നെ കൊടുക്കുക. പിന്നെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ കൊടുക്കുക. മൊബൈൽ നമ്പറൊക്കെ അവൈലബിൾ ആയിട്ടുള്ള തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ടെലിഫോണിലെയും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. അത് നേരത്തെ കൊടുത്തിട്ടുണ്ട്, അത് തന്നെ കൊടുത്താൽ മതി. ഈ അഡ്രസ്സ് പെർമനൻ്റ് ആണെങ്കിൽ അത് തന്നെ കൊടുക്കുക. പെർമനൻ്റ് അല്ലെന്നുണ്ടെങ്കിൽ പുതിയ അഡ്രസ്സ് കൊടുക്കുക. പിന്നെ അതിനുശേഷം സേവ് കൊടുക്കുക. അതിനുശേഷം അതർ ഡീറ്റെയിൽസ്, എന്തെങ്കിലും നമുക്ക് പോലീസ് കേസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെയാണ്. ഇതിലെന്തെങ്കിലും എസ് എന്നാണെങ്കിൽ പിന്നെ എന്താണ് പ്രൊസീജിയർ എന്നുള്ള അറിയില്ല. ഇപ്പം നോന്നാണ് എൻ്റെ കാര്യത്തിൽ വന്നേക്കുന്നത്, അതായത് പോലീസ് കേസും കാര്യങ്ങളൊന്നും ഇല്ലെന്നുള്ളത്. പിന്നെ വീണ്ടും പ്ലേസും കാര്യങ്ങളും ഡേറ്റൊക്കെയാണ് ചോദിച്ചേക്കുന്നത്, അതായത് അതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഡീറ്റെയിൽസ് ഒന്ന് വെരിഫൈ ചെയ്യാനായിട്ടുള്ള പേജാണിത്. പ്രൈവസീനെ പേടിച്ചിട്ടാണ് ഞാനിതൊന്ന് ബ്ലർ ചെയ്തിട്ടേക്കുന്നത്. അത് നിങ്ങൾ വെരിഫൈ എൻ്റർ ചെയ്തേക്കണം കറക്റ്റാണെന്നുള്ളത്. എന്തായാലും ഇത് വെരിഫൈ ചെയ്യണം, കാരണം എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ PCC ഒക്കെ കിട്ടാനായിട്ട് ഭയങ്കരമായിട്ട് വൈകും, അല്ലെങ്കിൽ അവിടെ ചെന്ന് വെരിഫൈ ചെയ്യാൻ നേരത്ത് വൈകും. അപ്പോൾ ഇതെന്തായാലും കെയർഫുള്ളായിട്ട് റീഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതിനുശേഷം വീണ്ടും സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്യണം. ഇതിനൊരു പേയ്മെൻറ്റ് ഉണ്ട്, ഓൺലൈൻ പേയ്മെൻ്റ് ആണ്. അത് 500 റുപ്പീസാണ്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ബാങ്കിൽ പോയി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ UPI വഴിയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, അതായത് ഗൂഗിൾ പേ വഴിയൊക്കെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ഏത് പാസ്പോർട്ട് സേവാ കേന്ദ്രം എവിടെയാണോ അത് കൊടുക്കാനാണ് ഈ ലൊക്കേഷൻ കൊടുത്തേക്കണേ. എൻ്റെ ആലുവയാണ്, അപ്പോൾ അത് കൊടുക്കുക. പിന്നെ ക്യാപ്ച ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് കേന്ദ്രം ഏതാണെന്നുള്ളത് മനസ്സിലാവും. പിന്നെ എന്നത്തേക്കാണ് അപ്പോയിൻമെൻറ്റ് എടുക്കണമെന്നുള്ളത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ്സാണ് ഗ്രീനിൽ വന്നേക്കുന്നത്. ആ ഗ്രീനിൽ വന്നേക്കുന്നത് ഏതെങ്കിലും ഒരു ഡേറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. മാക്സിമം നേരത്തെ ഡേറ്റ് തന്നെ എടുക്കാൻ നോക്കുക, അതായിരിക്കും ബെറ്റർ. അതിന് ശേഷമാണ് പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോയിൻമെൻറ്റിനാണ് ഈ പേയ്മെൻറ്റ്. അപ്പോൾ ഞാൻ UPI ആണ് കൊടുക്കുന്നത്, അതായത് ഗൂഗിൾ പേ വഴി ചെയ്യാനായിട്ട്.
അപ്പോൾ QR കോഡ് ഇതിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്തിട്ട് ഇത് ഗൂഗിൾ പേ വഴി പോയി സ്കാൻ ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത പേജിലേക്ക് പോയിക്കോളും. അപ്പോൾ പേയ്മെൻറ്റ് ഈ ഒരു ടൈമിനുള്ളിൽ ചെയ്താൽ, ഇപ്പോൾ ഞാൻ ഫോൺ വഴി ചെയ്തു, അപ്പോൾ അത് പേയ്മെൻറ്റായി കൺഫർമേഷൻ വന്നു, കൺഫേം കൊടുത്തു. വീണ്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യാനായിട്ട് വന്നു. പിന്നെ നമുക്ക് ഈ നമ്മുടെ ആധാറും അഡ്രസ് പ്രൂഫൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ എന്താണ് കൊടുക്കുക, ആധാർ കൊടുക്കാം അഡ്രസ് പ്രൂഫിന് വേണ്ടിയിട്ട്. ആധാർ ID, വോട്ടർ ID എന്ത് വേണമെങ്കിലും കൊടുക്കാം. പിന്നെ അടുത്ത പ്രൂഫും കൊടുക്കാനായിട്ട് അതും നമുക്ക് വോട്ടർ ID എന്തെങ്കിലും കൊടുത്താൽ മതി. ഈ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ആണ്, അത് കൊടുക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ സപ്പോർട്ടിങ് ഡോക്യുമെൻ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിനകത്ത് ഫില്ല് ചെയ്യേണ്ട കാര്യം. ബാക്കിയുള്ളത് അവിടെ ചെന്നിട്ടാണ്.